എല്ലാവർക്കും നമസ്കാരം. ഹനുമാനിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ രാമൻ വാനര സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് തയ്യാറാകുന്നു. അതിനായി അവർ ലങ്കയിലേക്ക് പുറപ്പെടുന്നു. ആദ്യം തന്നെ ലങ്കയെക്കുറിച്ചുള്ള സകല വിവരവും ആഞ്ജനേയനോട് രാമൻ വിശദമായി ചോദിച്ചറിയുന്നു. അങ്ങനെ അവർ യുദ്ധത്തിനായി ഒരുങ്ങി സമുദ്രതീരത്ത്. ഇതേ സമയം രാവണന് ഹനുമാൻ ഇങ്ങനെ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൽ നല്ല ദുഃഖവും അപമാനവും ഉണ്ടായി. അദ്ദേഹം കുംഭകർണനെ ഉണർത്തി സഭ കൂടി. ലോക ചക്രവർത്തിയായ തൻ്റെ കൊട്ടാരത്തിൽ വരാൻ ദേവന്മാർ പോലും ഭയപ്പെടും. അങ്ങനെയുള്ള തൻ്റെ കൊട്ടാരത്തിലാണ് ഒരു വാനരൻ വന്നുപോയത് എന്ന് ചിന്തിച്ചിരിക്കുന്ന രാവണനെ മന്ത്രിമാർ പലതും പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. കുംഭകർണൻ സമാധാനിപ്പിച്ചു ഇപ്രകാരം പറയുന്നു: രാമൻ നാരായണന്റെ അവതാരമാണ്, സീത ലക്ഷ്മി ദേവിയും. അതിനാൽ സീതാമാതാവിനെ തിരിച്ചു കൊടുക്കുക, ജീവന് ഭീഷണിയാകാതിരിക്കുക. എന്നാൽ രാവണൻ ഇതൊന്നും സമ്മതിക്കുന്നില്ല. ഒടുവിൽ ജ്യേഷ്ഠന്റെ ഇച്ഛയനുസരിച്ച് യുദ്ധം ചെയ്യാമെന്ന് കുംഭകർണൻ വാക്കുകൊടുക്കുന്നു. ഈ സമയം രാവണാനുജനായ വിഭീഷണൻ പറഞ്ഞു: ഇത് നാശത്തിനാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. രാവണന്റെ ദുർനടപടികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായി വന്നതാണ് രാമൻ. അതിനാൽ രക്ഷപ്പെടണമെങ്കിൽ സീതയെ രാമന് കൊടുത്ത് മാപ്പപേക്ഷിക്കുക. ഇത് കേട്ട് രാവണൻ വിഭീഷണനെ കുലദ്രോഹിയെന്നും ഭീരുവെന്നും വിളിച്ചുകൊണ്ട് ലങ്ക വിട്ടുപോയില്ലെങ്കിൽ വധിക്കുമെന്ന് പറയുന്നു. വിനാശകാലത്ത് നല്ലത് പറഞ്ഞു തരുന്ന ബന്ധുക്കളെ മൂഢന്മാർ ഉപേക്ഷിക്കും. അതാണ് അങ്ങേക്കിപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വിഭീഷണൻ തൻ്റെ വിശ്വസ്തരായ 4 അനുജന്മാരോടുകൂടി ലങ്ക വിട്ട് ശ്രീരാമസന്നിധിയിലെത്തുന്നു. ആ പാദങ്ങളിൽ അഭയം തേടും. ശത്രുപക്ഷത്തു നിന്ന് വരുന്ന വിഭീഷണനെ ഉൾക്കൊള്ളാൻ ആർക്കും കഴിയുന്നില്ല. പലരും പല അഭിപ്രായങ്ങളും പറയുന്നു. ഒടുവിൽ ഹനുമാൻ ഇങ്ങനെ പറയുന്നു: ലങ്കയിൽ വച്ച് തന്നെ കൊല്ലാനായി രാവണൻ ആജ്ഞാപിച്ചപ്പോൾ ഒരു ദൂതനായ തന്നെ വധിക്കുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞത് വിഭീഷണനാണ്. അതിനാൽ അദ്ദേഹത്തെ വിശ്വസിക്കണമെന്ന് പറയുന്നു. രാമനും അതേ അഭിപ്രായമായിരുന്നു. അങ്ങനെ ഭക്തവത്സലനായ ശ്രീരാമൻ വിഭീഷണന് അഭയം നൽകി എന്ന് മാത്രമല്ല, വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകവും ചെയ്യുന്നു. ഈ സമയം രാവണ നിർദ്ദേശമനുസരിച്ച് ശുഗൻ എന്ന രാക്ഷസൻ വന്ന് സുഗ്രീവനോട് രാവണന് യാതൊരു ദേഷ്യമില്ലെന്നും അങ്ങ് കപികളോടൊപ്പം കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പൊയ്ക്കൊള്ളാനും രാവണൻ അങ്ങയുടെ മിത്രമാണെന്നും അറിയിക്കുന്നു. പക്ഷേ ശുഗനെ പിടിച്ചു ബന്ധിച്ച് സുഗ്രീവൻ പറഞ്ഞു: ഇതേ വിധം തന്നെ രാവണനെ അറിയിക്കുക. സീതയെ രാമന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി മാപ്പപേക്ഷിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾ രാവണവധം നടത്തി സീതയെ വീണ്ടെടുക്കും എന്നും പറയുന്നു. പിന്നീട് അവർ ലങ്കയിലേക്ക് കടക്കുവാൻ വിഘ്നമായി നിൽക്കുന്ന സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. രാമൻ തൻ്റെ ദിവ്യമായ ബാണം കൊണ്ട് സമുദ്രം വറ്റിക്കുവാൻ തയ്യാറായപ്പോൾ സമുദ്രദേവനായ വരുണൻ വന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ തെറ്റിന് മാപ്പപേക്ഷിക്കുന്നു. സമുദ്രത്തിൽ വിശ്വകർമാവിൻ്റെ മകനായ നളന്റെ നേതൃത്വത്തിൽ പാലം കെട്ടണമെന്നും വരുണൻ പറയുന്നു. ആ പാലത്തെ സാഗരം താങ്ങിക്കൊള്ളാമെന്ന വാഗ്ദാനവും നൽകി. വരുണൻ വിട വാങ്ങിയ ശേഷം ഭഗവാൻ രാമൻ രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഗംഗാഭിഷേകവും നടത്തുന്നു. സുഗ്രീവനോടും ലക്ഷ്മണനോടും വാനരസേനയോടും കൂടി ഉടൻ തന്നെ പാലം പണിയുവാൻ രാമൻ ആജ്ഞാപിക്കുന്നു. വാനരന്മാർ പർവ്വതങ്ങളും മഹാവൃക്ഷങ്ങളും അടർത്തിയെടുത്തു കൊണ്ടുവന്ന് അത്യുഗ്രമായ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങി. ഇവിടെ സംസാരസാഗരത്തിനുള്ളിലെ ലങ്കയിൽപ്പെട്ടിരിക്കുന്ന സാധകനെ രക്ഷിക്കുവാനായി ഈശ്വരൻ നടത്തുന്ന സേതുബന്ധനമാണ് കാണിക്കുന്നത്. ഗുരുവായ ഹനുമാനും വാനരന്മാരായ ആധ്യാത്മിക ചിന്തകളും ലക്ഷ്യബോധമായ ലക്ഷ്മണനും ഈശ്വര ചൈതന്യമായ രാമനെ നമ്മുടെ ശരീരവും മനസ്സും ചേർന്ന സീതയെ രക്ഷിക്കാനായി എത്തുന്നതാണ് ഈ സേതുബന്ധനം. അതായത് ഒരു സാധകന്റെ സാധന തന്നെയാണിത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.